കാരണം അതാ സൗകര്യം. അത് സൗകര്യമാണ്. കാരണം ഒന്നും പണിയെടുക്കണ്ട. ഇത് ഒരുപാട് 5 വട്ടം നിസ്കരിക്കുന്നത് പണിയുള്ള കാര്യമാണിത്. അതിലൊരു പണിയില്ല. ഒന്നും ചെയ്യേണ്ടത് മാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സമൂഹത്തിന്റെ ധാർമ്മികതയുടെ കണ്ണിൽ നിന്ന് നോക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഒരാൾക്ക് എളുപ്പം എന്ന് പറയുന്നത് അത്തീസ്റ്റ് ആവുന്നതാണ്. കാരണം മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ എന്റെയും കുടുംബത്തിൽ നിന്ന് അത്തീസ്റ്റുകളായി മാറുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നമുക്ക് തോന്നുന്നു കുഴപ്പമൊന്നും, പള്ളിക്ക് വരുന്നുണ്ടാവും, എല്ലാം വരുന്നുണ്ടാവും, പള്ളിക്ക് വരുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഈ അടുത്ത് ഒരു പണ്ഡിതന്റെ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കുട്ടി 100% നിരീശ്വരവാദിയായിരിക്കുന്നു. ഇത് ഗൗരവമുള്ള വിഷയമാണ്. മതമായിട്ട് ടച്ചില്ലാത്തത് കൊണ്ടാണോ? അല്ല. ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ഹാപ്പിനെസ് ഉള്ള അതിലധിഷ്ഠിതമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ വീടുകളിൽ കുറഞ്ഞു വരുന്നുണ്ട്. അത് വലിയ വലിയ പങ്കുവെക്കുന്നുണ്ട് അതിൽ, ഈ വിഷയത്തിൽ. അതൊരു പങ്കുവെക്കലുകൾ നടന്നിരുന്നു പഴയ കാലത്ത്, എല്ലാ വിഷയത്തിലും. ആ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ പുതിയ കാലത്ത് കുടുംബത്തിൽ വല്ലാതെ കുറഞ്ഞു വരികയാണ്. എന്ന് പറഞ്ഞാൽ മക്കൾ ഒന്നിച്ചിരിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു സമയം കൃത്യമായിട്ട് നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ ഉണ്ടാകുന്നില്ല.